നമസ്കാരം. സ്വർണ്ണവില എന്തുകൊണ്ട് ഇങ്ങനെ കുതിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതൊരു വസ്തുവിനും ആവശ്യക്കാർ കൂടുതലായി വരുമ്പോഴാണ് ആ വസ്തുവിന് മാർക്കറ്റിൽ വലിയ രീതിയിൽ വില കൂടുന്നത്. ആവശ്യക്കാരില്ലാത്ത വസ്തുവിന് ഡിമാൻഡ് കുറയുകയും ചെയ്യും. വിപണിയിൽ മൂല്യം വേണമെങ്കിൽ കൂടുതൽ ആവശ്യക്കാർ ആ വസ്തുവിനെ അന്വേഷിച്ച് അഥവാ ചോദിച്ചു വരണം. ആ ഒരു വസ്തു ഉപഭോക്താക്കൾ കൂടുതലായി വാങ്ങുമ്പോൾ കച്ചവടം നടക്കും. സ്വാഭാവികമായി ആ ഒരു വസ്തുവിന് മാർക്കറ്റിൽ വലിയൊരു ഡിമാൻഡ് ഉണ്ടാകും. അത്തരത്തിലൊരു ലോഹമാണ് സ്വർണം. സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാനമായ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഇവിടെയും. സ്വർണ്ണവില ഒരു പവന് 72,000 എത്തി നിൽക്കുന്നതാണ് ഇന്ന്. 74,000 കടന്ന് കുതിച്ചിരിക്കുന്നു ആഴ്ചകൾക്ക് മുമ്പ്. എന്നാൽ ഈ സ്വർണമെല്ലാം ആഭരണമായി വാങ്ങുന്നതല്ല. സ്വർണ്ണ കട്ടികളായി വാങ്ങുന്നവരുമുണ്ട്. ആഭരണമായും കോയിനുകളായും വാങ്ങുന്നവരുണ്ട്. എല്ലാത്തിനും പുറമെ ഡിജിറ്റലായി വാങ്ങുന്നവരുണ്ട്. ഡിജിറ്റലായി വാങ്ങുന്നതിൽ വലിയ മാറ്റം സംഭവിച്ചു എന്നാണ് പുതിയ വാർത്ത. ഡിജിറ്റലായി സ്വർണം വാങ്ങുന്ന ഇടപാടാണ് ഗോൾഡ് ETF. വിവിധ സ്ഥാപനങ്ങൾ ഇത്തരം ഇടപാട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 280 കോടി രൂപയുടെ സ്വർണം വാങ്ങലാണ് ETF-ൽ നടന്നത്. മെയ് മാസത്തിൽ ഇത് 292 കോടി മാത്രമായിരുന്നു. അതായത് 70 ഇരട്ടിയോളം വർധനവ് ജൂണിലുണ്ടായി. കഴിഞ്ഞ 5 മാസത്തിനിടെ ഇത്രയും വലിയ ETF ഇടപാട് നടന്നത് ആദ്യമാണ്. ETF വഴി സ്വർണം വാങ്ങുമ്പോൾ നൽകുന്നത് വിപണിയിലെ വില തന്നെയാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ പുറത്തുവിട്ട കണക്കിലാണ് ജൂണിൽ വൻതോതിൽ സ്വർണം വാങ്ങൽ നടന്നത്. സ്വർണ്ണവില വൻതോതിൽ ഉയർന്നിട്ടും ETF-ൽ വാങ്ങുന്നത് ഉയരുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ജൂണിൽ വാങ്ങാനെത്തിയവർ കൂടുകയും വിറ്റ് പണമാക്കുന്നവർ കുറയുകയും ചെയ്തുവെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് AMFന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വെങ്കട്ട് ചലസാനി പറയുന്നു. വെള്ളിയുടെ ETF-ലും സമാനമായ ഇടപാട് നടന്നിട്ടുണ്ട്. മാർച്ചിലും ഏപ്രിലും സ്വർണത്തിന് വൻതോതിൽ വില കൂടി. ഈ വേളയിൽ ETF-ൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നു. അതുവഴി ലാഭം കൊയ്യലായിരുന്നു ഉദ്ദേശം. എന്നാൽ ജൂണിൽ കാര്യങ്ങളെല്ലാം തന്നെ മറിച്ചാണ് സംഭവിച്ചത്. വാങ്ങൽ മാത്രമാണ് കാര്യമായും നടത്തിയത്. അതുകൊണ്ട് ഇടപാട് 2,000 കോടി കടന്നു കുതിച്ചു. ഗോൾഡ് ETF എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ്. സ്വർണത്തിൽ നേരിട്ട് നിക്ഷേപിക്കാതെ തന്നെ സ്വർണ്ണവിലയുടെ മാറ്റം നോക്കി ലാഭം കൊയ്യാൻ സഹായിക്കുന്ന ഒന്ന്. സ്വർണം കയ്യിൽ വാങ്ങുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പകരം ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാകും. ഗോൾഡ് ETF-ന്റെ ഒരു യൂണിറ്റ് വിപണിയിലെ ഒരു ഗ്രാമിന് ഗോൾഡ് ETF-ന്റെ ഒരു യൂണിറ്റ് വിപണിയിലെ 1 ഗ്രാം സ്വർണത്തിന് തുല്യമാണ്. 24 കാരറ്റ് സ്വർണം മാത്രമാണ് ഇവിടെ ഇടപാട് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.